അതിരപ്പള്ളിയിൽ തോട്ടം തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിനുള്ളിൽ കയറി കാട്ടാനകൾ. പ്ലാന്റേഷൻ 10-ാം ബ്ലോക്കിലെ ക്വാർട്ടേഴ്സിലാണ് ആന കയറിയത്. പിൻവാതിലിലൂടെ 2 ആനകൾ അകത്ത് കയറി. നാട്ടുകാരെത്തിയതോടെ മുൻവാതിൽ തകർത്ത് ആനകൾ പോയി. കൂടുതൽ വിവരങ്ങളിൽ ലിഷോയ് നൽകും. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ ആനകൾ ക്വാർട്ടേഴ്സിന്റെ പിൻവാതിലിലൂടെ അകത്ത് കടക്കാൻ പാകത്തിൽ വലിയ വാതിലുകളായിരുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? അവരൊക്കെ അവിടെ നിന്ന് മാറി താമസിക്കുകയാണോ? ഈ പ്ലാന്റേഷൻ തൊഴിലാളിയായ പോളിയുടെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഈ കാട്ടാനകൾ കയറിയത്. ഈ കാട്ടാനകൾ വീടിൻ്റെ പുറകുവശത്ത് എത്തിയ ശേഷം പിന്നീട് പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറി അകത്ത് നാശനഷ്ടം ഉണ്ടാക്കിയ ശേഷം ആ പ്രദേശത്തെ തൊട്ടടുത്തു തന്നെയുള്ള ലയങ്ങളിലുള്ള ആളുകൾ ഉണർന്ന് ശബ്ദം കേട്ട് എത്തിയതോടുകൂടി ആനകൾ വീണ്ടും മുൻവാതിൽ പൊളിച്ച് പുറത്തേക്ക് കടക്കുകയും അവിടെ നിന്ന് പോവുകയുമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തൊട്ടടുത്തുള്ള സത്യൻ എന്ന് പറയുന്ന തോട്ടം തൊഴിലാളിയുടെ ലയത്തിൽ കാട്ടാന കയറി വീടിൻ്റെ ഒരു ഭാഗം ഇടിച്ചിടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിൽ ഫെൻസിങ് മാത്രമാണുള്ളത്. അതായത് ചില ഇടങ്ങളിൽ മാത്രമാണ് ഉള്ളത്. ഈ തൊഴിലാളിയുടെ വീടിനടുത്ത് തന്നെ ഫെൻസിങ് ഉണ്ട്. പക്ഷേ ഒറ്റ ലൈൻ ഫെൻസിങ് മാത്രമാണുള്ളത്. അത് വളരെ ഉയരത്തിലാണ്. ആനകൾക്ക് താഴെ കൂടെ കടന്നു പോരാൻ കഴിയുന്ന രീതിയിലുള്ള ഫെൻസിങ് ആണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീടുകളിലേക്കെല്ലാം തന്നെ കാട്ടാനകൾ കയറുന്നത്, വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നതും. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് വളരെ നാളുകളായി തോട്ടം തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതുവരേക്കും യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. നമുക്ക് ശരിയല്ലേ ഷോയ്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ലഭ്യമാണ്, അതുകൂടി കാണാം. ഇന്നിപ്പോൾ പോളി 10-ാം ബ്ലോക്കിൽ തന്നെ ഇന്ന് പോളിയുടെ വീട്ടിൽ ഇന്നലെ ഈ രാത്രി 3:30-ക്ക് ആസ്പെറ്റാസ് വീണിട്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആസ്പെറ്റാസ് വീണിട്ട് ചാടി എഴുന്നേറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുക്കള വശം ചവിട്ടി പൊളിച്ച് ആന അടുക്കളയിൽ കയറി. അത് കഴിഞ്ഞ് നടുറൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ അയൽക്കത്തൊരു മനു എന്ന് പറയാനെ വിളിച്ചു കൊണ്ടുപോയി നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നോക്കിക്കാൽ അത് ഫ്രണ്ട് ഡോർ ചവിട്ടി പൊളിച്ചു. അവൻ ചങ്കലിട്ട് പൂട്ടിക്കൊണ്ടുപോയതാണ്. ഫെൻസിങ് ഒരു നേരം കമ്പിയുള്ളൂ, അത് ഇച്ചിരി ഉയർച്ചയിൽ കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് ആനയ്ക്ക് പാസ് ചെയ്യാനും അതൊരു സാഹചര്യമാണ്. പ്രദേശവാസികൾ ദുരിതത്തിലാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ക്വാർട്ടേഴ്സൊക്കെ ചവിട്ടി പൊളിച്ച് കയറി അകത്ത് മുഴുവൻ നശിപ്പിച്ച് തിരിച്ച് അതുപോലെ തന്നെ വാതിൽ പൊളിച്ച് മുൻവശത്ത് കൂടി ഇറങ്ങി പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.